മൈദയും ഈസ്റ്റും ഓയിലും ഒന്നും ചേർക്കാതെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്ന ഈ പിസ്സ സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ട് ഇപ്പം എങ്ങനെയാണ് പിസ്സ ഉണ്ടാക്കുക? ഇതല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ട് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പിസ്സേൻ്റെ അതേ ടേസ്റ്റിൽ എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു വേർഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മൈദയോ ഈസ്റ്റോ ഓയിലോ ഒന്നും ചേർക്കാതെ ഹെൽത്തി ആയിട്ടുള്ള ഈ പിസ്സ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് സ്വീറ്റ് പൊട്ടറ്റോ അഥവാ മധുരം കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 10 to 15 മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം വെന്ത് കിട്ടും. ആ ഗ്യാപ്പിൽ നമുക്കിതിന് വേണ്ട കുറച്ച് പ്രിപ്പറേഷൻസ് ചെയ്ത് വെക്കാം. റോൾഡ് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. ഒരു 3 to 4 ടേബിൾ സ്പൂൺ റോൾഡ് ഓട്സ് നല്ലോണം ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. സാധാരണ ഓട്സ് വെച്ചിട്ടാണെങ്കിലും ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ റോൾഡ് ഓട്സ് ആണല്ലോ കുറച്ചും കൂടെ ഫൈബറൊക്കെ ഉള്ളത്, അതുകൊണ്ടാണ് റോൾഡ് ഓട്സ് എടുത്തത്. ഇത് മാറ്റി വയ്ക്കുക. നമ്മൾ ചിക്കൻ പിസ്സയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ പീസുകൾ എടുക്കണം. അതിനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലാണോ വേണ്ടത് ആ വലുപ്പത്തിൽ കട്ട് ചെയ്യാം. ഇതിലേക്ക് ഇനി ഫ്രൈ ചെയ്യാനായിട്ട് മസാലാസൊക്കെ ആഡ് ചെയ്യാം. ബേസിക് മസാലകൾ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ ഓയിൽ ഫ്രൈ അല്ല, എയർ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അതുപോലെ സ്വീറ്റ് പൊട്ടറ്റോ നിങ്ങൾക്ക് എയർ ഫ്രയറിൽ വേണമെങ്കിലും കുക്ക് ചെയ്തെടുക്കാം. ഇത് നമുക്കിനി ഫ്രൈ ചെയ്യാനായിട്ട് വെക്കാം. എയർ ഫ്രയറിൽ നിരത്തി കൊടുക്കുക. 200 ഡിഗ്രിയിൽ ഒരു 5 to 7 മിനിറ്റ്സ് വെച്ച് കൊടുത്താൽ മതിയാവും. ഇത് ചെറിയ പീസ് ആയതുകൊണ്ടും പിന്നെ അധികം ക്വാണ്ടിറ്റി ഇല്ലാത്തതുകൊണ്ടും വേഗം ആയി കിട്ടും. ഇനി ഇതിലേക്കുള്ള സോസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മീഡിയം സൈസുള്ള ഒരു തക്കാളി, അതുപോലെ ഒരു പകുതി സവാള ചേർത്ത് കൊടുക്കുക. പിന്നെ ക്യാപ്സിക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു ചെറിയ കഷ്ണം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പനീറും കൂടെ ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഞാനൊരു 4 to 5 ക്യൂബ്സ് പനീറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. തക്കാളിയിൽ ഓൾറെഡി വെള്ളം ഉള്ളതുകൊണ്ട് നല്ലപോലെ അറിഞ്ഞു കിട്ടും. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഒരു പാൻ ചൂടാക്കാനായിട്ട് വെക്കണം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ മിക്സ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊരു 2 to 3 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടുക, അതുപോലെ ഉപ്പും കൂടെ ചേർക്കുക. പിന്നെ കുറച്ച് സോയാ സോസും കൂടെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അല്ലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ലോണം കുക്കായി വന്നു കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ പിസ്സ സോസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് സ്വീറ്റ് പൊട്ടറ്റോ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ലോണം ഉടച്ചെടുക്കണം. പിസ്സയുടെ ബേസായിട്ട് മൈദയ്ക്ക് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് സ്വീറ്റ് പൊട്ടറ്റോയും ഓട്സും കൂടിയിട്ടാണ്. സ്വീറ്റ് പൊട്ടറ്റോ ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ മാഷർ വെച്ചിട്ടോ ഒക്കെ മാഷ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് കിട്ടണം, അത്രയേ ഉള്ളൂ. ഇതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ നമ്മൾ ഓട്സ് പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് കുറേശ്ശെ ചേർത്തിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കണം. കുറച്ച് ഹാർഡായിട്ടുള്ള ഡോ ആയിട്ടാണ് നമുക്കിത് കുഴച്ച് കിട്ടേണ്ടത്. സ്വീറ്റ് പൊട്ടറ്റോ മാത്രമാകുമ്പോൾ ഇതിങ്ങനെ പൊട്ടി പൊട്ടി പോവും. ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓട്സ് ചേർക്കുന്നത്. ഓട്സ് കുറേശ്ശെ ചേർത്തിട്ട് നല്ലോണം കുഴച്ച് ഹാർഡാക്കി എടുക്കണം. അപ്പോൾ പിസ്സ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ അസംബിൾ ചെയ്യാനുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ക്യാപ്സിക്കം, ഒനിയൻ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ പിസ്സയിൽ സ്പ്രെഡ് ചെയ്യാനുള്ള സോസും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ദോശപ്പാൻ എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഡോ ഒന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് തിന്നായിട്ട് പരത്തരുത്, അതുപോലെ തന്നെ വല്ലാണ്ട് തിക്കായിട്ടും പരത്തരുത്. പിസ്സേൻ്റെ ഒരു ബേസിൻ്റെ തിക്നെസ് അറിയാലോ, അപ്പോൾ ആ ഒരു ഇതിൽ പരത്തി കൊടുത്താൽ മതി. 4 മീഡിയം സൈസുള്ള സ്വീറ്റ് പൊട്ടറ്റോയിൽ 4 ടേബിൾ സ്പൂൺ ഫുള്ള് റോൾഡ് ഓട്സ് വെച്ചിട്ടാണ് ഈ ഡോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നോർമൽ ഒരു ദോശപ്പാൻ്റെ വലുപ്പത്തിന് ഈ ഡോ കറക്റ്റാണ്. ഇനി ഇതിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച പിസ്സ സോസ് നല്ലോണം എല്ലായിടത്തും ആവുന്ന വിധത്തിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മീതിയായിട്ട് കുറച്ച് മാത്രം ചീസ് എല്ലായിടത്തും ഒന്ന് ഇട്ട് കൊടുക്കുക. എയർ ഫ്രൈ ചെയ്ത ചിക്കനും ക്യാപ്സിക്കവും അതുപോലെ സവാളയും ഒക്കെ ഇതിൻ്റെ മീതിയായിട്ട് ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇല്ലെങ്കിൽ പനീർ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പനീർ ഇതുപോലെ എയർ ഫ്രൈ ചെയ്തിട്ട് ചിക്കന് പകരം ചേർത്ത് കൊടുക്കുക. ഇനി ചിക്കനും പനീറും ഇല്ലെങ്കിലും ക്യാപ്സിക്കവും സവാളയും മാത്രം വെച്ചിട്ടുള്ള വെജ് പിസ്സയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ മീതിയായിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ തന്നെ ചീസ് ഇടുന്നുണ്ട്. ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന പിസ്സ 1200 to 1500 കാലറീസാണ് വരിക. ഇത് 900 കാലറീസ് മാത്രമേ ഉള്ളൂ. ടോപ്പിംഗ് ആയിട്ട് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒർഗാനോ കൂടി ഇട്ട് കൊടുക്കാം. നേരെ കൊണ്ട് അടുപ്പത്ത് വെക്കുക. 7 to 10 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ചീസൊക്കെ മെൽറ്റായിട്ട് കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ? കാണാനുള്ള ഭംഗി മാത്രമല്ല, ഇത് കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. സ്വീറ്റ് പൊട്ടറ്റോയും ഓട്സും ഒക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെന്ന് കഴിക്കുമ്പോൾ പറയേയില്ല. ഡയറ്റ് എടുക്കാന്ന് പറഞ്ഞാൽ പട്ടിണി എടുക്കലോ അല്ലെങ്കിൽ സാലഡ് മാത്രം കഴിക്കലോ ഒന്നുമല്ല. ഹെൽത്തി ആയിട്ട് കഴിക്കുക, അത്രയേ ഉള്ളൂ. ഈ സാലഡ്സൊക്കെ കഴിച്ച് മടുക്കുമ്പോൾ